നമ്മൾ ഉണ്ടാക്കിയ ഈ സുന്ദരി ഓട്ടോയ്ക്കും നെടുമ്പള്ളി വില്ലേജ് ജീപ്പിനും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആ മോട്ടോർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ സിമ്പിളായി കാണിച്ചു തരാം. അതിനായിട്ട് ആവശ്യമുള്ളത് 12 വോൾട്ട് ബാറ്ററി 2 എണ്ണം, പിന്നെ ഒരു 24 വോൾട്ട് DC ഗിയേർഡ് മോട്ടർ ഒരെണ്ണം വേണം. വോൾട്ട് 7.5 ആംപിയറിൻ്റെ 2 ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കൺട്രോളർ യൂണിറ്റ് ഉണ്ട്. അത് മോട്ടറിലേക്കുള്ളൊരു കണക്ഷനാണ്. അത് ബാറ്ററിയിലേക്ക്, അത് ചാർജിങ് പോർട്ടാണ്. അതുകൂടാതെ ഇത് ടോർട്ടിൽ നമ്മുടെ ആക്സിലറേറ്റർ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണത്. 3 കേബിളുണ്ട് അതിന്. ആക്സിലറേറ്ററിനും 3 കേബിളുണ്ട്. ഈ കാണുന്നതാണ് ടോർട്ടിൽ അഥവാ ആക്സിലറേറ്റർ. അതിൻ്റെ അകത്ത് 2 ഒരു പോർട്ടുകൾ കാണാം. അത് ആ 3 പോർട്ടായിട്ട് കാണുന്നതാണ് ആക്സിലറേഷന് വേണ്ടിയിട്ടുള്ളത്. മറ്റേത് റിവേഴ്സ് ബാക്ക്വേർഡ് സ്വിച്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബാറ്ററി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും. 12 വോൾട്ട് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണാൻ പറ്റും. 12 വോൾട്ടിന് മേലെ ഇതിന് ചാർജ് ഉണ്ട്. 12.77. അടുത്ത ബാറ്ററിയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനും ഉണ്ട് 12.92 വോൾട്ട് ഉണ്ട്. നമുക്കിനി ഇത് 24 വോൾട്ട് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററിയുടെ പ്ലസും മറ്റേ ബാറ്ററിയുടെ മൈനസും തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് ഒരു ബാറ്ററിയുടെ പ്ലസിലും മറ്റേ ബാറ്ററിയുടെ മൈനസിലും നമ്മൾ നോക്കുമ്പോൾ 25 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഈ കൺട്രോളർ യൂണിറ്റിൻ്റെ മോട്ടറിലേക്കുള്ള ഒരു കണക്ഷൻ, ബാറ്ററിയിലേക്കുള്ളൊരു കണക്ഷനാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് അതിൻ്റെ 2 പോർട്ടുകൾ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും എടുത്തിട്ട് റെഡ് വയർ പോസിറ്റീവിലും ബ്ലാക്ക് വയർ നമ്മൾ നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നു. അതിനുശേഷം മോട്ടറിലേക്കുള്ള ഒരു കണക്ഷനുണ്ട്. അതിനും പ്ലസും മൈനസും ഉണ്ട്. അത് മോട്ടറിൻ്റെ പ്ലസും മൈനസും നോക്കി അതിലേക്ക് കണക്ട് ചെയ്യുക. ചെറുതായിട്ട് വയറൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് വയർ പോസിറ്റീവിലും ബ്ലാക്ക് വയർ നെഗറ്റീവിലും ആയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ മോട്ടറിൻ്റെ കണക്ഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടോർട്ടിലിൻ്റെ കണക്ഷൻ ചെയ്യാനുള്ള 3 പോയിൻ്റോട് കൂടിയുള്ള ആ ഒരു പോയിൻ്റ് നമുക്ക് ഈ ടോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. രണ്ടും ഫീമെയിൽ അഡാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു 1 സൈഡ് കട്ട് ചെയ്തിട്ട് നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം. അത് കീ പോർട്ടാണ്. അതായത് അത് കീ കണക്ട് ചെയ്യാനുള്ള, ഇലക്ട്രിക് കീ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. അത് നമുക്കിവിടെ കീ ഇല്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടെ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു കീയുടെ ഫങ്ഷൻ നമുക്ക് കിട്ടും. ആവശ്യമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് കീ പിടിപ്പിച്ചാൽ മതി. ഇനി ആ 3 കേബിൾ, ടോർട്ടിലിൻ്റെ 3 കേബിൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. വയർ സ്ട്രിപ്പർ ഉപയോഗിച്ച് നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ആക്സിലറേറ്റർ ടോർട്ടിലിൻ്റെ ആ 3 പോയിൻ്റ് കേബിളിൻ്റെ ആ കളർ കോഡുണ്ട്. കളർ കോഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. റെഡിലും ബ്ലാക്കിലും ഗ്രീൻ ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ, അത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ്. 24 വോൾട്ട് DC കൺട്രോളർ യൂണിറ്റിൽ നിന്ന് അടിച്ചാൽ മതി, നമുക്കത് കിട്ടും. ഏകദേശം 1000 രൂപയോളം ആവും. 1000 മുതൽ 1200 രൂപ വരെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇപ്പോൾ കണക്ഷൻ പൂർത്തിയായി. നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കാം. ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്പീഡ് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ആ മോട്ടറിൻ്റെ സ്പീഡും കൂടുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇനി കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ബൈക്കിലോ മറ്റ് വാഹനങ്ങളിലോ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്.
ഇനി നമുക്കതൊന്ന് വയർ ഡിറ്റാച്ച് ചെയ്തിട്ട് മൾട്ടിമീറ്റർ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വോൾട്ടേജ് വേരിയേഷൻ വരുന്ന നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിമീറ്ററിൽ കാണാൻ സാധിക്കും. നോക്കിയാൽ മനസ്സിലാവും. 0-ൽ നിന്ന് 12 വോൾട്ട്, 19 വോൾട്ട്, 24 വോൾട്ട്, 25 വോൾട്ടിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.